ഇന്ത്യയിൽ ഇത് സ്റ്റൈലായിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആക്ടർ മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് രജനീകാന്തിനെ പറ്റി തന്നെയാണ്. 50 വർഷത്തോളമായി അദ്ദേഹം സിനിമയിലെത്തിയിട്ട് ഇപ്പോഴും ഹീറോ ആയിട്ട് നിലനിൽക്കുന്നു, സ്റ്റാർ ആയിരിക്കുന്നു, സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അമിതാഭ് ബച്ചൻ അടക്കമുള്ള താരങ്ങൾ കരിയറിൻ്റെ ഒരു പോയിന്റിന് ശേഷം സഹനടനിലേക്കും ക്യാരക്ടർ റോൾസിലേക്കൊക്കെ മാറുമ്പോഴും രജനീകാന്ത് ഇന്നും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. സത്യത്തിൽ ഈ രജനീകാന്ത് എന്ന് പറയുന്നത് ഒരു ഫിനോമിന തന്നെയാണ്. ഇന്നും തിയേറ്ററിൽ ആളെ കൂട്ടാൻ കഴിയുന്ന, ഫസ്റ്റ് ഡേ റെക്കോർഡുകളെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ താരം. രജനീകാന്ത് വാസ് ബോൺ ടു ബി എ സ്റ്റാർ. കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ സിഗരറ്റ് പിടിക്കുന്ന സ്റ്റൈലാണെങ്കിലും, നടക്കുന്നതാണെങ്കിലും, ഇരിക്കുന്നതാണെങ്കിലും, എന്ത് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുന്നതാണെങ്കിൽ കൂടി അതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ സ്റ്റൈലിന് ഒരു മാറ്റവും വന്നിട്ടില്ല, അത് കൂടുകയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ രജനീകാന്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ച് എല്ലാവരും പലപ്പോഴും പറയുമെങ്കിലും രജനീകാന്ത് എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ച് പലരും വിസ്മരിക്കുന്നുണ്ട്. ഒരു ഗംഭീര ആക്ടർ കൂടിയാണ് രജനീകാന്ത്. ഒരു സ്റ്റാർ എന്നുള്ളൊരു ഒരു ബാധ്യത അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടെങ്കിൽ പോലും ഈ ആക്ടർ എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം തുടങ്ങിയ സമയത്ത് ഒരു ഗംഭീര ആക്ടർ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇപ്പോൾ മുള്ളും മലരും എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, പൊല്ലാതവൻ, തില്ലുമുല്ലോ ഈ തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം ഗംഭീര ആക്ടർ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് പോയത്. കണ്ണുകൾ കൊണ്ട് ഭയങ്കര ഗംഭീരമായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ കൂടിയാണ് രജനീകാന്ത്. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ദളപതിയിലെ ഒരു സീൻ തന്നെ എടുത്തു നോക്കാം. ആ ഫേമസ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ സീൻ ഉണ്ടല്ലോ രജനീകാന്തും ശോഭനയും തമ്മിൽ. ഈ സീനിൽ അദ്ദേഹം ശോഭന നടന്നു കഴിഞ്ഞ് തിരിഞ്ഞ് നിന്ന് വിഷമിക്കുന്ന ഒരു സീനുണ്ട്. ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട്, തിരിഞ്ഞൊരു നോട്ടം കൊണ്ട് ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു ഇമോഷൻ അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ അണ്ണാമലൈ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കാർ ഓടിച്ച് ഒരു മലയുടെ മുകളിൽ വന്ന് നിന്ന് വെറുതെ നിന്ന് ഒരു മുകളിലേക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് അദ്ദേഹം വിഷമിക്കുന്ന ഒരു സീനുണ്ട്. അത് അദ്ദേഹത്തെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് എന്താണ് സംഭവിക്കുന്നത്, ആ ക്യാരക്ടറിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഒരു കണ്ണുകൾ കൊണ്ട് രജനീകാന്ത് കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അത് ഗംഭീരമായിട്ട് റൊമാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ് രജനീകാന്ത്. ഇപ്പോൾ ജോണി എന്ന് പറയുന്ന സിനിമയിൽ ശ്രീദേവിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൊമാൻസ് സീനൊക്കെ ഇന്നും പലരും സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇന്നും സ്റ്റാറ്റസുകളിലൊക്കെ പലരും ഇടുന്ന ഒരു സീനാണ്. ഇപ്പോൾ പടയപ്പ എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സൗന്ദര്യമായിട്ടുള്ള ആ ഒരു ചെറിയ റൊമാൻറ്റിക് പോർഷൻസും അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ണി നേച്ചറൊക്കെ കൊണ്ടുവരുന്ന സീനിലും രജനീകാന്ത് എന്നുള്ള സ്റ്റാറിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നാണ് അദ്ദേഹം പെരുമാറുന്നത്. ഹ്യൂമർ അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു നടൻ കൂടിയാണ് രജനീകാന്ത്. ഇത് എത്ര പേര് അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തില്ലുമുല്ലു എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, 80s ഇറങ്ങിയൊരു സിനിമയാണ്. അതിഗംഭീരമായിട്ട് 2 ക്യാരക്ടേഴ്സായിട്ടാണ് രജനീകാന്ത് ഈ സിനിമയിൽ വരുന്നത്. ഗംഭീരമായിട്ട് രജനീകാന്ത് ഈ 2 ഷെയ്ഡ് അവതരിപ്പിച്ചൊരു സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സിനിമയാണ്. ലാസ്റ്റ് കമൽഹാസൻ്റെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സിനിമയെ രജനീകാന്ത് സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റ് 2000 പീരീഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിവാജി എന്ന് പറയുന്ന സിനിമയിലാണ് കുറച്ചൊക്കെ ഒരു ഹ്യൂമർ എലമെൻ്റൊക്കെ വരുന്നത്. പ്രത്യേകിച്ചും വിവേകമായിട്ടൊക്കെ അതിഗംഭീര ഒരു കെമിസ്ട്രിയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നൊരു സിനിമയാണ് ശിവാജി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫ് സ്ക്രീൻ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ പോലും സെൽഫ് ട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ ട്രോൾ ചെയ്യാനൊക്കെ രജനീകാന്തിൻ്റെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ്റെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് ദളപതിയിലെ ഒരു ഇൻസിഡൻറ്റ് പറയുന്നതും അദ്ദേഹത്തിനെ തന്നെ ട്രോളിക്കൊണ്ട് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ഇതിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തൊരു കാര്യമാണ്. മാത്രമല്ല മറ്റ് പല ഇവൻറ്റുകളിലും അദ്ദേഹത്തിനെ തന്നെ ട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അദ്ദേഹം തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ചർച്ചയാവും, തമാശയായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ഹ്യൂമർ ടൈമിംഗ് ഉള്ള ഒരു ആക്ടറെ കൊണ്ട് പിന്നീട് ഹ്യൂമർ സിനിമകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിന് ശേഷം രജനി എന്ന് പറയുന്ന ഒരു ആക്ടർ എവിടെയോ ഫെയ്ഡ് ഔട്ടായി പോവുകയും ഒരു സ്റ്റാർ എന്ന എലമെൻറ്റിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു എന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് വരുന്ന തിരക്കഥകളാണെങ്കിലും അദ്ദേഹത്തിലേക്ക് വരുന്ന സംവിധായകരാണെങ്കിലും അദ്ദേഹത്തിലെ സ്റ്റാർഡത്തിന് യൂസ് ചെയ്യാനാണ് കൂടുതൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പോയിന്റിന് ശേഷം ഇന്ന് വരയ്ക്കും അത് തന്നെയാണ് തുറന്നുകൊണ്ട് പോകുന്നത്. ഞാൻ രജനീകാന്ത് എന്നൊരു സ്റ്റാറിനെ അറിഞ്ഞു തുടങ്ങുന്നത് ആക്ച്വലി ഭാഷ എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. കാരണം ആ സിനിമ ഇറങ്ങിയ നാൾ മുതൽ അതിന് പിന്നീട് തുടർന്ന വർഷങ്ങളും ഇന്നും ഭാഷയിലെ ഡയലോഗുകളും സീനുകളും എല്ലാം വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന രജനി സീനും അല്ലെങ്കിൽ രജനി ഡയലോഗൊക്കെ അല്ലെങ്കിൽ രജനി ഫിനോമിന എന്ന് ഞാൻ അറിയുന്നത് ഭാഷയാണ്. ബട്ട് ഒരു രജനി പടം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ പിക്ചർ കാണുന്നത് പടയപ്പയാണ്. ഒരു കംപ്ലീറ്റ് കമേഴ്ഷ്യൽ പാക്കേജാണ് പടയപ്പ. തുടക്കം മുതൽ എൻഡ് വരെ ഒരു കംപ്ലീറ്റ് രജനി ഷോ. അതിൽ ഇമോഷനുണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. രജനി എന്ന് പറയുന്ന സ്റ്റാറിനെ കംപ്ലീറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു പടം. എനിക്ക് സത്യം പറഞ്ഞാൽ പടയപ്പയാണ് ആദ്യമായി രജനി ആരാണ്, എന്താണ് രജനീകാന്ത് അല്ലെങ്കിൽ രജനീകാന്ത് എന്ന സ്റ്റാർ എന്താണെന്ന് എനിക്കിത് കാണിച്ചു തന്ന ഒരു സിനിമ. ഇപ്പോൾ രജനീകാന്തിൻ്റെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് പടയപ്പ് വീണ്ടും റിലീസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ സിനിമ തിയേറ്ററിൽ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെ ആഗ്രഹം. കാരണം
പലരും തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ, ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും രജനിയുടെ ആ ഒരു ഓറയും കൂടെ ചേരുമ്പോൾ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസിനെ ഈ 25ാം വർഷത്തിലും സിനിമയ്ക്ക് നൽകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സിനിമകളിലൂടെയാണ് ഞാൻ രജനീകാന്ത് എന്നൊരു ആക്ടറെ പരിചയപ്പെട്ടു തുടങ്ങിയെങ്കിലും പിന്നീട് ഞാൻ പിന്നിലേക്ക് പോയി അദ്ദേഹത്തിന് പഴയ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എത്ര ഗംഭീരമായ ഒരു ആക്ടറാണ് രജനീകാന്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ KTVയിൽ ഈ ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 7 മണിക്കൊക്കെ ചിലപ്പോൾ രജനീകാന്തിൻ്റെ പഴയ സിനിമകളൊക്കെ ഇടും. ഇതിൽ ഭൂരിഭാഗം കോമഡി സിനിമകളൊക്കെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാത്തവൻ പോലുള്ള സിനിമകളൊക്കെ ഞാൻ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹ്യൂമർ ടൈമിങ് എത്രത്തോളം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുമെന്നും ഇമോഷണൽ സീനുകളിലുള്ള അദ്ദേഹത്തിനുള്ളൊരു കൈയടക്കമൊക്കെ ഞാൻ ഈ പഴയ സിനിമകളിലൂടെയാണ് രജനിയെ മനസ്സിലാക്കിയത്. നിങ്ങൾ രജനീകാന്തിൻ്റെ പഴയ സിനിമകൾ ഒരു 2000 മുൻപുള്ള സിനിമകൾ കാണാത്ത പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമകൾ പോയി കാണുകയും രജനീകാന്ത് എത്ര ഗംഭീര അഭിനേതാവണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. പക്ഷേ എന്തൊക്കെയായാലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആർപ്പ് വിളിച്ച് ആർമാദിച്ച് ആഘോഷിച്ച് ഒരു രജനി പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നൊരു ഇമ്പാക്റ്റ് അത് ഗംഭീരമാണ്. ഇപ്പോൾ ജയിലർ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമ്പോൾ അതിലെ ഇൻ്റർവെൽ സീനിൽ എനിക്ക് കിട്ടിയൊരു ഗൂസ് മൊമെൻ്റ് ഉണ്ട്. അതുപോലെ എത്രയോ ആളുകൾക്ക് എത്രയോ രജനി സീനുകൾ അത്രയും രോമാഞ്ചം ഉണ്ടായി കാണും. ഇപ്പോൾ രജനീകാന്ത് എന്ന് പറയുന്ന താരം സിനിമയിൽ വന്നിട്ട് തമിഴ് സിനിമയിൽ എത്തിയിട്ട് ഇത്രയും വർഷങ്ങളായി. ഇതിനിടയ്ക്ക് ഒരുപാട് താരങ്ങളും ഒരുപാട് നടന്മാരും തമിഴ് സിനിമയിൽ വന്നുപോയി. പക്ഷേ രജനീകാന്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു താരം തമിഴ് സിനിമയിൽ ഉണ്ടാകുമോ എന്നത് ഒരു സംശയമാണ്. കാരണം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെഗസി, ഒരു ഓറ, ഒരു സ്റ്റൈല് മറ്റൊരു ആക്ടർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം there is only one superstar, there is only one രജനീകാന്ത്.